അങ്ങനെ നമ്മളുടെ സംസ്ഥാനത്ത് 2026 ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം നമ്മളുടെ സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് നേറ്റിവിറ്റി കാർഡ് വിതരണം ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളുടെ സംസ്ഥാനത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി തന്നെയായിട്ട് ഒരു തിരിച്ചറിയൽ രേഖ വീണ്ടും ഉണ്ടാക്കാൻ പോവുകയാണ്. 2026 തന്നെ കാർഡിന് വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കലും അതിൻ്റെ വിതരണവും ഉണ്ടായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചു കഴിഞ്ഞു. ഡിസംബർ മാസം 24-ാം തീയതി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായിട്ട് SIR ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മളുടെ പൗരത്വം തെളിയിക്കുന്നതിന് വിവിധ രേഖകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം തന്നെ നമ്മളുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇനി ഭാവിയിൽ വിവിധ കാര്യങ്ങൾക്ക് ഈ ഒരു കാർഡ്, ഇപ്പോൾ സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന നേറ്റിവിറ്റി കാർഡ് ഒരു പ്രധാന രേഖയായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും. ഒട്ടനവധി രേഖകൾ നിലവിൽ തന്നെ നമ്മളുടെ രാജ്യത്തുണ്ട്. അതിൽ നമ്മളുടെ സംസ്ഥാനം മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്നതാണ് നേറ്റിവിറ്റി കാർഡ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ, വയോജനങ്ങൾക്കുൾപ്പെടെ ഇത്തരത്തിൽ നേറ്റിവിറ്റി കാർഡുകൾ ലഭിക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടിയുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴിയായിരിക്കും സ്വീകരിക്കുക. ഈ കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ താലൂക്കിലെ തഹസിൽദാർമാരാണ് നിർവഹിക്കേണ്ടത്. അക്ഷയ, കോമൺ സർവീസ് സെൻ്ററുകൾ, ജനസേവാ കേന്ദ്രങ്ങൾ വഴി ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ ജോലികൾ ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾക്ക്, അവകാശങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട രേഖയായിട്ട് നമ്മളോട് ആവശ്യപ്പെടാറുള്ളതാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അതുമാത്രമല്ല, പല ആവശ്യങ്ങൾക്കും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് പുതിയത് വീണ്ടും അപേക്ഷ സമർപ്പിച്ച് വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പക്കൽ നിന്നും നിരവധി തവണ ഇത്തരത്തിൽ ഈ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഉയർത്തി നൽകണമെന്നും, അല്ലെങ്കിൽ ഒറ്റ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ തന്നെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അതിൻ്റെ നിയമസാധുതയെല്ലാം സംരക്ഷിക്കണമെന്നും കൂട്ടണമെന്നുമൊക്കെയുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ പക്കൽ എത്തിച്ചേർന്നിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഫോട്ടോ പതിപ്പിച്ച ഒരു ID കാർഡിന് സമാനമായിട്ട് നമ്മുടെ നേറ്റിവിറ്റി കാർഡ് മാറ്റുന്നതിന് വേണ്ടി തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നിയമസാധുതയും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ സർക്കാർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. മറ്റ് വിവിധ കോണുകളിൽ നിന്ന് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ബില്ലുകളൊക്കെ പാസ്സാകുന്നതിലൊക്കെ തടസ്സങ്ങളോ ഒരുപക്ഷെ നേരിട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ അനുകൂല വശങ്ങളും പ്രതികൂല വശങ്ങളും കൃത്യമായിട്ട് പഠിച്ച ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുക. അപ്പോൾ ഭാവിയിൽ പല കാര്യങ്ങൾക്ക്, സർക്കാർ സേവനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ ജോലി ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എല്ലാ സേവനങ്ങൾക്കും ഇതൊരു പ്രധാന മാനദണ്ഡമായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും. അതുമാത്രമല്ല, ആജീവനാന്ത ഒരു വാലിഡിറ്റി ആയിരിക്കും ഈ കാർഡിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഈ കാർഡ് വീണ്ടും പുതുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാകുന്നതുമല്ല. അപ്പോൾ നേറ്റിവിറ്റി കാർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ സമയത്ത് ഷെയർ ചെയ്തത്. കാർഡിനുള്ള അപേക്ഷയും മറ്റ് ക്രമീകരണങ്ങളും എല്ലാം ആരംഭിക്കുമ്പോൾ ആ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് അറിയിക്കാം. ഭാവിയിൽ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്കുൾപ്പെടെ ഈ രേഖ ഹാജരാക്കേണ്ടതായിട്ട് വരിക കൂടി ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു നിയമം നടപ്പിലാക്കുകയാണ് എങ്കിൽ എടുക്കേണ്ടതായിട്ടും വരുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകൾ, ക്ഷേമ അറിയിപ്പുകൾ, പൊതു അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.